നമസ്കാരം സ്നേഹ നമസ്കാരം. നോക്കൂ, നമ്മൾ കണ്ടതാണ് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിക്കൊണ്ട് മുസ്ലിങ്ങളായിട്ടുള്ള പെൺകുട്ടികളെ വെച്ചുകൊണ്ട് അതിന് പിറകിൽ ജിഹാദികളുടെ ആ കറുത്ത കരങ്ങൾ ഉണ്ട് എന്ന് കൃത്യമായിട്ടും ബോധ്യമാവുന്ന രീതിയിൽ തന്നെ ഒരുപാട് യുവതികളെ, ഒരുപാട് മുസ്ലിം സ്ത്രീകളെയൊക്കെ കൊണ്ടുവന്നുകൊണ്ട് അവിടെ വീഡിയോ ചിത്രീകരിക്കുക, അവിടെ ശ്രീകോവിലിന്റെ ഉള്ളിലേക്ക് വരെ ഞങ്ങൾ കയറി കഴിഞ്ഞ് നിങ്ങളുടെ ക്ഷേത്ര ചൈതന്യം അതല്ലെങ്കിൽ ആചാര അനുഷ്ഠാനങ്ങൾ നശിപ്പിക്കാനും ഞങ്ങൾ മതിയടോ എന്ന് തെളിയിക്കുന്ന രീതിയിൽ സമൂഹത്തിന് വലിയൊരു തെറ്റായ സന്ദേശം നൽകുക, ഹിന്ദു സമൂഹത്തെ ഒന്നടങ്കം ഭീതിയിൽ ഉൾപ്പെടുത്തി അവരെ ആക്രമിക്കുന്ന രീതിയിൽ വരെ ഗുരുവായൂർ തിരുനടയിൽ വെച്ച് പോലും ഇപ്പൊ ജസ്ന സലീം എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയൊക്കെ ഒരുപാട് ആളുകൾക്കെതിരെ കള്ളക്കേസുകളൊക്കെ കൊടുത്തുകൊണ്ട് കോടതിയിൽ നിന്ന് പോലും നീ കള്ളക്കേസ് കൊടുക്കാനായിട്ട് ഇനി ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞ് കണ്ടം വഴി ഓടിക്കപ്പെട്ട ഒരു സ്ത്രീ, ആ സ്ത്രീയൊക്കെ കാട്ടിക്കൂട്ടിയിട്ടുള്ള ശുദ്ധ തെമ്മാടിത്തരങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അത്തരത്തിലുള്ള ആ സ്ത്രീയും ഇപ്പോൾ പുതിയൊരു സ്ത്രീ കൂടെ വന്നിട്ടുണ്ട്. ആ പുതിയൊരു സ്ത്രീയുടെ ഒരു വീഡിയോ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാട്ടോ. ഏതാണ് ഈ സ്ത്രീകളൊക്കെ എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മൾക്ക് അറിയാത്തത്. കാരണം കുറെ എണ്ണം ഇങ്ങോട്ട് കെട്ടിയെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇവറ്റകളുടെയൊക്കെ മനസ്സിലുള്ള എന്താണ് ഇവരുടെയൊക്കെ ലക്ഷ്യം എന്നതാണ് നമ്മൾക്ക് അറിയാത്തത്. ഇപ്പൊ പുതിയൊരു അവതാരമുണ്ട്. ആ പുതിയ അവതാരത്തെ ഞാൻ ഇവിടെ നിങ്ങൾക്കൊന്ന് കാട്ടിത്തരാട്ടോ. ഈ അവതാരം ഏതാന്നുള്ളത് എനിക്ക് അറിയില്ല, ഇതിന്റെ പേര് എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ഇപ്പൊ വരും, ഒന്ന് കാത്തിരിക്കണേ. നമ്മുടെ പുതിയ താത്ത, പുതിയൊരു അവതാരം ഇതാ. ഓ ആ ഇനി താത്ത പറയണെന്ന് കേക്കണേ. ഞങ്ങളിപ്പോ ഒളിച്ചോടി പോണതിന്റെ മുന്നേ ഞാന് ഇനി അങ്ങനെ വരാനൊന്നും പറ്റില്ലല്ലോ, വേറൊരു മതത്തിക്കായി കഴിഞ്ഞാല്. അപ്പൊ ഞാൻ അമ്മോടും ഒരുപാട് ടെൻഷനൊക്കെ ഉള്ള ഒരു ടൈം. അപ്പൊ അമ്മോട് ഗുരുവായൂരമ്പലത്തിൽ പോവാന്നൊക്കെ പറഞ്ഞ് ഞാൻ ലീവ് എടുത്ത് ഞാനും എന്റെ അമ്മയും കൂടിയിട്ട് ഗുരുവായൂരമ്പലത്തേക്ക് വന്നു. അങ്ങനെ വന്നതൊക്കെ എനിക്ക് ടെൻഷനാണ് മനസ്സിൽ. അമ്മയ്ക്ക് ഇതൊന്നും അറിയില്ല, ഇതിന്റെ ഉള്ളില് ടെൻഷനാണ്. അപ്പൊ ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ അങ്ങനെ പലതും ഉള്ളിൽ കിടന്നിട്ട് ഇങ്ങനെ എന്താ പറയാ വിങ്ങാന്ന് പറയാൻ പറ്റില്ല, കിടന്ന് അട്ടിമറിയുന്നുണ്ടാവും. ആ സമയത്ത് ഞാനിങ്ങനെ വിചാരിച്ചു, ഞാൻ എപ്പോഴും എന്താണ് ഗുരുവായൂരമ്പലത്തിൽ വന്നേക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പറ്റാറില്ല വെച്ചാൽ വേഗം കണ്ട് തിരക്കാവൂല ആൾക്കാര്, ജസ്റ്റ് ഒന്ന് കണ്ടു പോവുക. ചില സമയത്ത് ശരിക്കും കാണാൻ പോലും ചെയ്തിട്ടുണ്ടാവില്ല, തൊഴുതിട്ട് വേഗം പോവുക ആൾക്കൂട്ടത്തിന്റെ ഇടയില്. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് സൈഡിൽ കൂടെ പോകും ചിലപ്പോ കാണാം. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് ഇപ്രാവശ്യം ശരിക്കും കാണാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്നത് തെറ്റല്ല, അല്ലെങ്കിൽ എന്നോട് ഗുരുവായൂരപ്പൻ ക്ഷമിച്ചിരിക്കുന്നു. ഞാൻ അന്ന് ആ വിശ്വാസം ഹിന്ദു മതവിശ്വാസിയായിരുന്നു. അപ്പൊ അവരെന്നോട് എന്തായാലും കേൾക്കണം. നോക്കൂ, ഇവളുടെ കൂടെ ആരാ വന്നിരിക്കുന്നതെന്ന് അറിയാമോ? ഇവളുടെ മുസ്ലിം ആയിട്ടുള്ള ഭർത്താവാണ്. അതായത് ഇവള് പ്രേമ കല്യാണം നടത്തിക്കൊണ്ട്, പ്രേമിക്കുന്ന സമയത്തൊന്നും ജാതി മതമൊന്നും ഉണ്ടായിരിക്കില്ല, പക്ഷെ പ്രേമം കഴിഞ്ഞ് കല്യാണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞമ്മന്റെ ആൾക്കാർക്ക് പിന്നെ പ്രത്യേക ലക്ഷണം എന്തെന്നറിയാമോ? ഞമ്മന്റെ ആളുകൾ കെട്ടിയിട്ടുള്ള പെണ്ണ് ഏതാള്, ഇനിയിപ്പോ പെണ്ണ് ആണിനെ കിട്ടുകയാണെങ്കിലോ എന്തായാലും ഞമ്മന്റെ മതത്തിലേക്ക് ഇങ്ങനെ വരണം. അങ്ങനെ ഈ പെണ്ണിനെ മതം മാറ്റി മുസ്ലിം ആക്കി, ആ മുസ്ലിം ആക്കിയ ആ പെണ്ണിനെയും കൊണ്ടാണ് ആ സുഡാപ്പി, ആ പ്രേമിച്ച ജിഹാദി വന്നിരിക്കുന്നത്. ഇനി ഈ പെണ്ണുമായിട്ടും ജസ്ന സലീമുമായിട്ടും ഒരു ബന്ധം കൂടി നമുക്ക് അപ്പൊ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്നറിയാമോ? ഈ ജസ്ന സലീമിന്റെ കൂടെ അരുൺ എന്ന് പറയുന്ന അവൾ പറയുന്ന അവളുടെ സഹോദരനാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരാറുണ്ട്. ഈ അരുണിന്റെ ബാപ്പ മുസ്ലിമും അമ്മ ഹിന്ദുവാണ്, അതായത് ഉമ്മ ഹിന്ദുവാണ്. ഇവന്റെ സുന്നത്ത് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഇവനും ഇവന്റെ ബാപ്പാക്കും മറ്റുള്ളവർക്ക് അറിയുള്ളൂ. കാരണം എന്തായാലും മുസ്ലിം ആയിട്ടുള്ള ബാപ്പയ്ക്ക് പിറന്നു കഴിഞ്ഞാൽ ഇവന്മാരെ ചെയ്യാതിരിക്കില്ല എന്നുള്ളതാണ് സത്യം. അത്തരത്തിൽ അവന്റെ തുണി പൊക്കി നമുക്ക് പരിശോധിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോ ഈ അരുൺ എന്ന് പറയുന്ന മുസ്ലിം ആയിട്ടുള്ള ബാപ്പയും ഹിന്ദു ആയിട്ടുള്ള അമ്മയുമുള്ള എന്റെ സഹോദരനാണെന്ന് പറഞ്ഞ് തോളിൽ കൈയിട്ട് കൊണ്ടുവന്നിട്ടാണ് ഈ പെണ്ണുമ്പിള്ള ജസ്ന എന്ന് പറയുന്ന പെണ്ണുമ്പിള്ള വരാറെങ്കിൽ, ഈ ഇപ്പൊ ഞാൻ കാണിച്ച ഈ വീഡിയോയിലെ ഈ പെണ്ണുമ്പിള്ള എങ്ങനെ വരുന്നത്? അവളുടെ മുസ്ലിം ആയിട്ടുള്ള ഭർത്താവ്, അവളും മുസ്ലിം മതം സ്വീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഗുരുവായൂർ കിടന്ന് പേക്കൂത്ത് നടത്തുകയാണ്, വീഡിയോ എടുക്കുക, റീൽസ് എടുക്കുക, അത്തരത്തിൽ ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും വെല്ലുവിളിക്കുക മാത്രമാണോ?
ഹിന്ദുക്കളെ നീയൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ട് അവിടെ വിശ്വാസികളായിട്ടുള്ള ഭക്തരെ ആക്രമിക്കാൻ വരെ മുതിരുക എന്ന് പറഞ്ഞാൽ ഇവരുടെ ഉള്ളിലിരിപ്പ് കൃത്യമായിട്ടും നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. ഈ ഒരു അവസരത്തിലാണ് നമുക്കറിയാം അഡ്വക്കേറ്റ് കൃഷ്ണരാജ് സാർ കൃത്യമായിട്ടും ഈ വിവരം കോടതിയെ ബന്ധപ്പെട്ട് കോടതിയിൽ കേസുമായി മുന്നോട്ട് നീങ്ങിയിരുന്നു എന്നുള്ള വിവരമൊക്കെ നമുക്കറിയാം. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് ഇപ്രകാരമാണ് വരുന്നത്: ഗുരുവായൂർ കേസിൽ സന്തോഷത്തിന് വകയുണ്ട്. അഭിനവ ബാലാമണി ജസ്ന താത്തയുടെ കേസ് ഇന്ന് എടുത്തപ്പോൾ ഹിന്ദു മതത്തിൽ നിന്നും മതം മാറി ഇസ്ലാമായ ഒരു താത്തയും അവരുടെ ഭർത്താവ് ഒരു പോപ്പുലർ ഫ്രണ്ട് ജിഹാദിയും, ഇപ്പോൾ ഞാൻ കാണിച്ചുള്ള ഒരു വീഡിയോ, അതിൽ ആ പെണ്ണുപിള്ള ഒരു മുസ്ലിം സ്ത്രീ ആയിട്ടുണ്ട്. അവർ മാത്രമല്ല അവരുടെ ഭർത്താവ് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനാണ്, ഫ്രണ്ട് ജിഹാദിയും കിഴക്കേ നടയിൽ കാണിക്കുന്ന കോപ്രായങ്ങളുടെ വീഡിയോയും പ്രൈവറ്റ് സെക്യൂരിറ്റി ഏജൻസീസ് റെഗുലേഷൻ ആക്ടും കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. കേരളത്തിലെ ക്ഷേത്രങ്ങളിലും ഉത്സവങ്ങളിലും ചാവേർ ആക്രമണം നടത്തി പരമാവധി ഹിന്ദുക്കളെ കൊല്ലണമെന്ന് മലയാളി ഐസിസ് തീവ്രവാദി കേരളത്തിലെ ജിഹാദികളോട് നടത്തിയ ആഹ്വാനം നിലവിലുള്ള സാഹചര്യത്തിലാണ് സഖാക്കൾ ഭരിക്കുന്ന ഗുരുവായൂർ ദേവസ്വം ബോർഡ് ക്ഷേത്ര പരിസരത്തെ ഇത്തരം കോപ്രായങ്ങൾക്ക് മൗനാനുവാദം നൽകുന്നത് എന്നോർക്കണം. ചുരുക്കി പറഞ്ഞാൽ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെയും ഭക്തജനങ്ങളുടെയും സുരക്ഷ കോടതിയുടെ കൈകളിൽ ആണെന്ന്. ബോംബാക്രമണം നടന്നിട്ട് കരയുന്നതിൽ എന്തർത്ഥം? അത് ഉണ്ടാവാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ് ഇത്തരുണത്തിൽ ഉടനെ ചെയ്യേണ്ട കാര്യം. അതിന് ആദ്യം ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒന്നാണ് കേരള ഹിന്ദു പ്ലേസസ് ഓഫ് വർഷിപ്പ് ഓതറൈസേഷൻ ഓഫ് എൻട്രി ആക്ട് പ്രകാരം നടപ്പന്തലുകൾ ഉൾപ്പെടെയുള്ള ക്ഷേത്ര പരിസരത്ത് അഹിന്ദുക്കളുടെ പ്രവേശനം പൂർണ്ണമായും തടയുക, കർശനമായും നിരോധിക്കുക എന്നത്. ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് അഹിന്ദുക്കളുടെ പ്രവേശനം നിരോധിക്കുന്നതിന് ഒരേ ഒരു തടസ്സം ക്ഷേത്രത്തിന്റെ പരിസരത്തുള്ള നൂറുകണക്കിന് കടകളുടെ ഉടമസ്ഥർ മുസ്ലിങ്ങൾ ആണെന്നുള്ളതാണ്. ആ തടസ്സവും താമസിയാതെ മാറും. അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പരിസരത്ത് ബീഫും ചിക്കനും അടക്കം ഇറച്ചി വിതറിക്കൊണ്ട് അവിടെ ഇറച്ചി വിൽപ്പന പോലും തകൃതിയായി നടക്കുന്നു എന്നുള്ളതൊക്കെ നമ്മൾക്കറിയാം. അതിനൊക്കെ പരിഹാരം വരാൻ പോവുക തന്നെയാണ്. എന്തായാലും ഈ താത്തമാരുടെ ഈ അഴിഞ്ഞാട്ടം കൊണ്ട് കിട്ടിയ ഗുണം എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ ക്ഷേത്ര പരിസരം പൂർണ്ണമായിട്ട് ശുദ്ധീകരിക്കാൻ ആവും എന്നുള്ളതാണ്. ഭഗവാൻ കണ്ണൻ തന്നെ അതിനൊരു മാർഗം ഉണ്ടാക്കി എന്നുള്ളതാണ്. ഇനി കുറച്ചുകൂടെ വരുന്നുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ സുരക്ഷ പരിഗണിച്ച് കേന്ദ്ര സർക്കാരിന്റെ കർശന നിർദ്ദേശം അനുസരിച്ച് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റിംഗ് റോഡിന് അകത്തുള്ള മുഴുവൻ സ്ഥലവും ഏറ്റെടുക്കാനുള്ള ഗസറ്റ് വിജ്ഞാപനം സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ചു കഴിഞ്ഞു എന്നുള്ള സന്തോഷകരമായ വിവരം ഇന്ന് കോടതിയിൽ അറിയാൻ കഴിഞ്ഞു. അതായത് കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിച്ചതുപോലെ ശുഭ പര്യവസാനത്തിലേക്ക് എത്തുന്നു എന്ന് ചുരുക്കം. ഇത്തരത്തിലാണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് സാറിന്റെ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ജിഹാദികളുടെ മനസ്സിലിരിപ്പ് ഹിന്ദുവിന്റെ നെഞ്ചത്തോട്ട് ഞങ്ങൾക്ക് സുഖമായി കയറാൻ പറ്റും. പണ്ട് ശബരിമല കത്തിച്ച പോലെ അന്ന് സഭാവിശ്വാസികളാണ് അത് കത്തിച്ചത് എന്ന് ഓർക്കണം. അത്തരത്തിൽ ഹിന്ദുവിന്റെ ഓരോ പ്രമുഖ ക്ഷേത്ര സംസ്കാരവും നശിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ എന്തിനും തയ്യാറാണ് എന്നുള്ള ആ രീതിയിൽ തന്നെ വന്നെടുക്കുന്ന ഈ ഭീകരവർഗത്തിന് കൃത്യമായിട്ടും തിരിച്ചടി തന്നെയാണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് സാർ അടക്കമുള്ള ആളുകളിലൂടെ വന്നിരിക്കുന്നത്. ഇനി കോടതിയുടെ ഉത്തരവ് വരാനിരിക്കുന്നേ ഉള്ളൂ. അല്പ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കർശന നടപടികൾ വരും. മാത്രമല്ല കേന്ദ്രത്തിന്റെയും ഒരു പ്രത്യേക ശ്രദ്ധ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളതും സന്തോഷകരമായുള്ള കാര്യം തന്നെയാണ്. കാരണം ലോകത്താകമാനമുള്ള വിശ്വാസികൾ ഗുരുവായൂരിലേക്ക് വരുന്നതൊക്കെ നമ്മൾക്കറിയാം. അതിനെ നശിപ്പിക്കുക, കേരളത്തിലെ ഒരു പ്രധാന ക്ഷേത്രം, അതല്ലെങ്കിൽ ഭാരതത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം തന്നെയാണ് ഗുരുവായൂരും. നമ്മൾക്കറിയാം നരേന്ദ്രമോദിജി അടക്കമുള്ള ഭാരതത്തിന്റെ പ്രധാനമന്ത്രിമാരൊക്കെ ഒട്ടേറെ പ്രധാനമന്ത്രിമാർ വന്നു പോയിട്ടുള്ള ക്ഷേത്രം തന്നെയാണ് ഗുരുവായൂർ ക്ഷേത്രം. അത്തരത്തിലുള്ള ആ ക്ഷേത്രത്തിന്റെ പരിശുദ്ധി തകർക്കുക, ആചാര അനുഷ്ഠാനങ്ങൾ ലംഘിക്കുക, പിന്നെ ഞമ്മന്റെ പണ്ടത്തെ ഐസിസിലേക്ക് പോയ ജിഹാദികൾ ഭീകരന്മാർ നടത്തിയ ഒരു ഓഡിയോ ഒക്കെ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ പറഞ്ഞിരുന്നല്ലോ എല്ലാ ക്ഷേത്രങ്ങളും നശിപ്പിക്കണം, നീ ഒരു മുസ്ലിം ആണെങ്കിൽ നിനക്ക് ഏത് രീതിയിലും ഹിന്ദുക്കളെ നശിപ്പിക്കാനുള്ള അവകാശമുണ്ട്, ആ അവകാശത്തോടു കൂടി നീ ചെയ്യുമ്പോൾ നിനക്ക് എന്ത് കിട്ടുന്നു? നിനക്ക് മേലെ മഹോന്നതൻ ഞമ്മന്റെ കുട്ടിക്കുടുപ്പം ചങ്ങാതി ഉണ്ടല്ലോ, അവിടെ 72 ഹൂറികളെ, അതെങ്ങനത്തെയാ തുടുത്ത മുലകളും മാറിടങ്ങളും നിതമ്പോ തടിച്ച കാലുകളും തുടകളും എന്തൊക്കെയാടേ അമ്മന്റെ ദൈവമേ നീ അവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് തേടിപ്പോവാൻ വേണ്ടി ഇവിടെ നിരപരാധികളെ കൊന്നൊടുക്കുന്ന അവർക്കുള്ള ഓഫർ കേട്ട് കഴിഞ്ഞാൽ ഇത് ചെയ്യാതിരിക്കുമോ ഞമ്മന്റെ മദ്രസ പൊട്ടന്മാർ? അത്തരത്തിലുള്ള ആ മദ്രസ പൊട്ടന്മാർ എന്തും ചെയ്യാൻ വേണ്ടി രംഗത്തിറങ്ങുമ്പോൾ ഓരോ ഹിന്ദുവിന്റെയും ക്ഷേത്രങ്ങൾക്കും ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും സുരക്ഷയേവാൻ കോടതികൾ ഇനി രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഹിന്ദുവിന്റെ രക്ഷ നീ മാത്രമേ ഉള്ളൂ. എന്തായാലും അഡ്വക്കേറ്റ് കൃഷ്ണരാജ് സാറിന്റെ ഈ ഒരു നീക്കം, അതിശക്തമായുള്ള നീക്കം ഞമ്മന്റെ താത്തമാർക്ക് ഭാവിയിൽ ജയിലിലേക്കുള്ള ഒരു കവാടം തുറക്കൽ കൂടിയാണ് എന്നതുകൂടി പറയേണ്ടതുണ്ട്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.